DJ Moral Stories. പാവപ്പെട്ട കുട്ടിയോടുള്ള മഴയുടെ ക്രൂരത. മഴവെള്ളം എല്ലാ ഭാഗത്തും പേടിയുണ്ടാക്കുകയായിരുന്നു. നദി, പുഴ, തടാകം എല്ലാം വെള്ളം കൊണ്ട് നിറഞ്ഞു. മുഴുവൻ സോൺകാടും വെള്ളം കാരണം ബാധിക്കപ്പെട്ടു. പാതി ഗ്രാമം വെള്ളം കാരണം നിറഞ്ഞു. പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഗ്രാമം വിട്ടു തന്നെ എങ്ങോ പോയി. ഈ കഥ വെള്ളത്തിൽ കുടുങ്ങി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന രാധയെ കുറിച്ചാണ്. വിമാന സൈന്യം ഹെലികോപ്റ്ററിൽ വന്ന് ഗ്രാമത്തിലുള്ള പാതി ജനങ്ങളെ രക്ഷിച്ചു. അതിൽ 9 വയസ്സുള്ള രാധയും ഉണ്ടായിരുന്നു. രാധയും രക്ഷപ്പെടുത്തിയ ഗ്രാമവാസികളോടൊപ്പം മലഭാഗത്ത് ഒരു സുരക്ഷിതമായ സ്ഥലത്തിലായിരുന്നു. അപ്പോഴാണ് ഒരു ഓഫീസർ വന്ന് രാധയോട് എന്തു ചോദിച്ചെന്നാൽ, എന്തു പറ്റി മോളെ? നിന്റെ അച്ഛനും അമ്മയും നിന്നെ ഇവിടെ ഇട്ടിട്ട് എങ്ങോട്ടെങ്കിലും പോയായിരുന്നോ? നീ അവരുടെ അടുത്തൊന്നും മിസ്സായാണോ വന്നേ? പറയ്. അതെ സർ, എന്റെ അച്ഛനും അമ്മയും എന്നെ വിട്ട് എങ്ങോട്ടേക്ക് പോയി. എനിക്ക് അവരെ എങ്ങനെയാ കണ്ടുപിടിക്കണ്ടേ, എവിടേക്ക് പോണ്ടെന്ന് അറിയില്ല. നീ വിഷമിക്കണ്ട മോളെ, തീർച്ചയായിട്ടും നിന്റെ അച്ഛനും അമ്മയും ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും. പേടിക്കണ്ട. പക്ഷെ അവർ ഒരുപക്ഷെ കാണാണ്ടെങ്ങാനും പോയാലോ? അങ്ങനെയാണെങ്കിൽ എന്നെ ക്ഷമിക്കണം, അവർ മരിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇല്ല. പാവം രാധ, അവൾക്ക് അച്ഛനമ്മയല്ലാതെ ഈ ലോകത്ത് ആരും തന്നെ ഇല്ലായിരുന്നു. അവളുടെ മുത്തശ്ശനും മുത്തശ്ശിയും കുറച്ചു വർഷങ്ങൾക്ക് മുമ്പേ മരിച്ചുപോയി. രാധ തന്റെ അച്ഛനെയും അമ്മയെയും എല്ലാ വശത്തും തേടി. പക്ഷെ അവർ രണ്ടുപേരും അവൾക്ക് കിട്ടിയില്ല. വളരെ വിഷമിച്ച് രാധ റോട്ടിൽ തന്നെ ഒരു ദിവസം കിടന്നുറങ്ങി. കുറച്ചു സമയത്തിന് ശേഷം വേഗതയിൽ മഴ പെയ്തു. പാവം രാധ മുഴുവനായി നനഞ്ഞു. ഇപ്പൊ എന്താ ചെയ്യാ? നല്ല മഴ പെയ്യുന്നുണ്ടല്ലോ. രാധ മഴയിൽ നിന്നും രക്ഷപ്പെടാനായി ഒരു കുടിലിനകത്തേക്ക് ചെന്നു. പിന്നെ അവൾ അതേ കുടിലിൽ താമസിക്കാൻ തുടങ്ങി. പറയണമെങ്കിൽ ആ കുടിലിനകത്തും വെള്ളം നിറഞ്ഞിരുന്നു. പക്ഷേ രാധ എങ്ങനെയോ അതിൽ വൈക്കോൽ, മരക്കഷ്ണങ്ങളൊക്കെ ഇട്ട് ചെറുതായി ഒരു കട്ടിലുണ്ടാക്കി. ഇനിയും കുറച്ചു നാളത്തേക്ക് ഞാൻ ഈ കുടിലിൽ തന്നെ ഇരുന്നാലേ ശരിയാവുള്ളൂ. ഈ പ്രളയം വന്നതുകൊണ്ട് നമ്മുടെ ഗ്രാമം തന്നെ മുങ്ങിപ്പോയിരിക്കുകയാണ്. പക്ഷെ കുഴപ്പമില്ല, ഞാൻ എന്റെ അച്ഛന്റെ മകളാണ്. ഞാൻ എപ്പോഴും ധൈര്യത്തോടെ തന്നെ ഇരിക്കും. ഞാൻ എന്റെ എല്ലാ കഷ്ടങ്ങളെയും എല്ലാ പ്രശ്നങ്ങളെയും ഒറ്റയ്ക്ക് തന്നെ നേരിടുന്നതാണ്. 2-3 ആഴ്ചകൾ അവളുടെ അച്ഛനും അമ്മയും വരുമെന്ന് അവൾ കാത്തിരുന്നിട്ട് രാധ തന്റെ മനസ്സെങ്ങനെയോ സമാധാനപ്പെടുത്തി. അതായത് അവളുടെ അച്ഛനും അമ്മയും ഈ ലോകത്ത് തന്നെ ഇല്ല എന്ന്. അവൾ താൻ ജീവിക്കാൻ വേണ്ടി ഒരു ജോലി വേണമെന്ന് അന്വേഷിച്ചു. അവൾക്കൊരു വീട്ടിൽ ജോലി കിട്ടി. ആ ജോലി പാചക ജോലിയാണ്. പിന്നെ വീട് തൂത്ത് തുടയ്ക്കുന്ന വേല. എടി മൂദേവി, നീ എന്താടി ദേഹം അനങ്ങാതെ തൂത്തോണ്ടിരിക്കുന്നേ? മിഷൻ പോലെ സ്പീഡായിട്ട് തൂക്ക്. അതിനുശേഷം വീടൊക്കെ വൃത്തിയാക്കി വെയ്യ്. ശരിയമ്മേ. കൊച്ചുകുട്ടിയായ രാധ ആ മഴയിൽ എങ്ങനെയോ ദിവസവും ജോലിക്ക് പോയിട്ട് വരും. ആ പണം ചേർത്ത് വെച്ച് തന്റെ സ്കൂൾ ഫീസ് അവൾ കെട്ടി. പിന്നെ അവൾ തന്റെ പഠിത്തം വീണ്ടും തുടർന്നു. ഒരു ദിവസം അവൾ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് അവളുടെ കയ്യിൽ നിന്നും ആ വീട്ടിലെ ഷോ പീസ് താഴേക്ക് വീണ് പൊട്ടിപ്പോയി. അത് കാരണം ആ വീട്ടിലെ മുതലാളി അമ്മയ്ക്ക് ഒരുപാട് ദേഷ്യം വന്നു. ദരിദ്രം പിടിച്ചവളെ, എന്താടി ചെയ്തു വെച്ചിരിക്കുന്നേ? നിനക്കെന്താടി കണ്ണും ചെവി ഒന്നും കേക്കത്തില്ലേ? ഇത്രയും വില കൂടിയ ഒരു ഷോ പീസ് നിന്റെ കണ്ണി കാണുന്നില്ലേ? ഇതേ എവിടുന്ന് കൊണ്ടുവന്നറിയാവോ? നിനക്കറിയാവോടി ഇതിന്റെ വിലയും നില എന്താന്നേ? ഇതിനെ 50,000 രൂപയാണ്. ഇത്രയും രൂപ നിന്റെ കണ്ണുകൊണ്ട് ഇതുവരെ കണ്ടിട്ടുണ്ടോ? ദരിദ്രവാസി പെണ്ണേ, നിന്റെ ദരിദ്രം പിടിച്ച മോന്ത ഇനി എനിക്ക് കാണണ്ട. പക്ഷെ അമ്മേ, ഞാൻ വേണമെന്ന് വെച്ചിട്ടല്ല ഇതൊന്നും ചെയ്തത്. അറിയാതെ. നീ അറിഞ്ഞു ചെയ്തോ അതോ നീ അറിയാതെ ചെയ്തോ? എന്നാൽ ഇത് ഉടഞ്ഞു പോയത് നിന്റെ ഈ നാശം പിടിച്ച കൈകൊണ്ടല്ലേ? കൊച്ചമ്മേ, എന്നെ ദയവ് ചെയ്ത് ഈ ജോലിയിൽ നിന്നും പറഞ്ഞേക്കല്ലേ. ഇത് വിശ്വസിച്ചിട്ടാണ് അമ്മ ഞാൻ ജീവിച്ചോണ്ടിരിക്കുന്നത്. ഓടി എവിടെയെങ്കിലും പോയി തൊലയേ, എന്നെ നീ ശല്യപ്പെടുത്താതെ. ആ വീട്ടിലെ മുതലാളി രാധയെ കഴുത്തിൽ പിടിച്ച് വീട്ടിൽ നിന്നും പുറത്താക്കി. പിന്നെ അന്ന് രാത്രി തന്നെ രാധയുടെ ചെരുപ്പും പൊട്ടിപ്പോയി. അതുകൊണ്ട് അവൾ വെറും കാലോടെ ആ മഴയത്ത് നനഞ്ഞുകൊണ്ട് തന്റെ കുടിലിലേക്ക് പോകേണ്ടി വന്നു. കാറ്റും മഴയും ഭയങ്കരമായി പെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് രാധയുടെ വീട്ടിലെ കുടിൽ പോലും പറന്നുപോയി. പിന്നെ പാപം രാധ രാത്രി മൊത്തം നനഞ്ഞുകൊണ്ടേയിരുന്നു. അവൾ തന്റെ അവസ്ഥ ചിന്തിച്ച് ഏങ്ങി ഏങ്ങി കരയുകയായിരുന്നു. പക്ഷെ അവളുടെ കണ്ണുനീർ ആ മഴയത്ത് കാണാനോ ഇല്ലെങ്കിൽ അത് തുടയ്ക്കാനോ ആരും തന്നെ ഇല്ല.
അച്ഛാ അമ്മേ, നിങ്ങൾ എവിടെയോ പോയേ? മനസാക്ഷി ഇല്ലാത്ത ഈ ലോകത്തില് എന്നെ ഒറ്റയ്ക്ക് വിട്ടിട്ട് നിങ്ങൾ എവിടെയോ പോയേ? രാധ തന്റെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്താതെ അവൾ ചവറുപിറക്കി കാശുണ്ടാക്കാൻ തുടങ്ങി. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ഗ്രാമത്തിലെ പച്ചക്കറി വണ്ടിയിൽ പച്ചക്കറി കടയിലും ജോലി ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ അവൾ ചെറിയൊരു വാടക വീട്ടിൽ താമസിക്കാൻ തുടങ്ങി. ഇങ്ങനെ പതുക്കെ പതുക്കെ വർഷങ്ങൾ കടന്നുപോയി. രാധ ഇപ്പോൾ തന്റെ സ്കൂൾ പഠിത്തം പൂർത്തിയാക്കി. പിന്നെ ട്രെയിനിൽ കയറി കോളേജ് പഠിക്കാനായി അവൾ സിറ്റിയിലേക്ക് വന്നു. അവിടെ സിറ്റിയിലേക്ക് എത്തിയതും തന്നെ അവൾ ഒരു ചായക്കടയുടെ അടുത്തേക്ക് ചെന്നു. അപ്പോഴാണ് ആ ചായക്കടക്കാരൻ അവളോട് എന്തു ചോദിച്ചെന്നാൽ, എന്താ മോളെ കുട്ടി, ഈ ഭാഗത്ത് പുതിയതായിട്ടാണല്ലോ തോന്നുന്നത്. നീ എവിടെന്നാ വരുന്നത്, എവിടേക്കാ പോകുന്നത്? അതോ അമ്മാവാ, എനിക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി വന്നതാ വിൽസൺ കോളേജില്. ആ കോളേജ് ഇവിടെ നിന്ന് എത്ര ദൂരം ഉണ്ടെന്ന് അമ്മാവന് അറിയോ? ആ അതെ, ഇവിടെ അടുത്ത് തന്നെയല്ലേ ഉള്ളത്. നേരെ പോയിട്ട് ഇതിന്റെ ഇടത്തോട്ട് തിരിഞ്ഞാലുണ്ടല്ലോ, തിരിഞ്ഞ് വലത് ഭാഗത്താണ് ആ കോളേജ് ഉള്ളത്. ഒരുപാട് നന്ദി അമ്മാവാ. രാധ കോളേജിൽ തന്റെ അഡ്മിഷൻ വാങ്ങിയിട്ട് ആ ചായക്കടക്കാരന്റെ അടുത്തേക്ക് തിരികെ വന്നു. അവിടെ ചായ കുടിച്ചു. ചായ കുടിച്ചുകൊണ്ട് അദ്ദേഹത്തോട് ഒരുപാട് സമയം സംസാരിച്ചു. അദ്ദേഹത്തോട് തന്നെ കുറിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അപ്പോഴാണ്, നിന്റെ ജീവിതത്തിൽ എന്തൊക്കെയോ നടന്നു അല്ലേ? സാരമില്ല, ആത്മവിശ്വാസം വിടാണ്ട് ഈ കോളേജ് വരയ്ക്ക് നീ ഇവിടെ എത്തിയല്ലോ. പോയത് പോട്ടെ, സാരമില്ല, വിട്ടുകളയേ. ഇപ്പോ നിനക്കൊരു ജോലി ആവശ്യമുണ്ടല്ലേ? ഒരു നല്ലൊരു ജോലിയുണ്ട്. നിനക്ക് പാചകം ചെയ്യാൻ അറിയല്ലോ അല്ലേ? പാചകം ചെയ്യാനുള്ള ജോലി തന്നാ നീ നന്നായിട്ട് ചെയ്യൂലേ? ശരി അമ്മാവാ, എന്ത് ജോലിയാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല. ജോലി എന്ന് പറഞ്ഞാൽ ജോലിയല്ലേ. ആ വയസ്സായ ആള് രാധയെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അവിടെ ഒരാൾ തന്റെ ഭാര്യ പിന്നെ തന്റെ മകനോടൊപ്പം ജീവിച്ചു വന്നു. അദ്ദേഹത്തിന്റെ പേരാണ് SK. പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് മനോരമ. അദ്ദേഹത്തിന്റെ മകൻ അൻഷുവും രാധയുടെ അതേ പ്രായക്കാരനാണ്. പക്ഷെ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള വലിയ കാര്യം എന്താണെന്നാൽ അവർ രണ്ടുപേരും ഒരേ കോളേജിലാണ് പഠിക്കുന്നത്. അത് അറിഞ്ഞിട്ട് പോലും അവർ അവളെ തന്റെ വീട്ടിൽ ജോലിക്ക് നിർത്തി. നമസ്കാരം SK സാർ, എന്റെ പേര്. നിന്റെ പേരറിഞ്ഞിട്ട് എന്തിനാ? എനിക്ക് അച്ചാർ ഉണ്ടാക്കാനാണോ? സംസാരിച്ച് നിൽക്കാതെ പോയി ജോലി നോക്ക് നീ. എനിക്ക് നല്ല വൃത്തിയും വെടുപ്പും വേണം. ഈ വീട് എപ്പോഴും നല്ല കണ്ണാടി മാളിക പോലെ തിളങ്ങി നിൽക്കണം. എന്റെ മേക്കപ്പ് ആണേ അങ്ങനെ ഉണ്ടാവണം. മനോരമേ, ഞാൻ ഓഫീസിൽ പോയിട്ട് വരാട്ടോ. ഞാൻ ഓഫീസിൽ നിന്ന് തിരിച്ചു വരുമ്പോഴേ നിനക്ക് വേണ്ടി ഒരു 3D മേക്കപ്പ് കിറ്റ് വാങ്ങിച്ചു വരാട്ടോ. ശരി, മറക്കാതെ വാങ്ങിയിട്ട് വരണം കേട്ടോ. നിങ്ങൾക്കെല്ലാം ശരിക്കും അറിയാലോ, നിങ്ങളെ കഴിഞ്ഞ എനിക്കൊന്ന് ഇഷ്ടമാണെങ്കിൽ അതെന്റെ മേക്കപ്പ് മാത്രമാ. എന്റെ മേക്കപ്പ് ആണേ സത്യം. രാധ ഇപ്പോൾ സിറ്റിയിൽ ഒരു ഹോട്ടലിൽ താമസിക്കാൻ തുടങ്ങി. പിന്നെ ഒപ്പം തന്നെ തന്റെ ജോലിയും പഠിത്തവും ശ്രദ്ധിച്ചു. കോളേജിൽ പഠിക്കാനും അവളുടെ ചിലവുകൾക്കും രാധയ്ക്ക് ജോലിക്ക് പോകേണ്ടത് അത്യാവശ്യമായിരുന്നു. സമയം കടക്കും തോറും അവളുടെ ഫസ്റ്റ് ഇയറും കഴിഞ്ഞു. പിന്നെ രാധ ആ കോളേജിൽ തന്നെ ടോപ്പറായി. പിന്നെ അൻഷു സെക്കൻഡായി. അതുകൊണ്ട് അവനും മനോരമയ്ക്കും രാധയോട് അസൂയ തോന്നി. ഒരു വേലക്കാരി എന്റെ സ്റ്റഡീസിന് മുന്നിൽ പോയാ അവളുടെ മുന്നിൽ ഞാനെങ്ങനെ? അഞ്ചു, മോനെ അഞ്ചു, കാം ഡൗൺ. നീ വെറുതെ വിഷമിക്കണ്ട. സെക്കൻഡ് ഇയറിൽ നീ ആയിരിക്കും കോളേജിന്റെ ടോപ്പർ. ഞാനത് ഉറപ്പിച്ച് പറയാണ്. ആ രാധയുണ്ടല്ലോ, അവളെ ഞാനിന്ന് ശ്വാസം വിടാൻ സമയം കിട്ടാത്ത ജോലി കൊടുക്കും. അവൾക്ക് അവളുടെ എക്സാം എഴുതാൻ പറ്റാത്ത രീതിയിൽ ഞാൻ നോക്കിക്കൊള്ളാം. നീ അതൊന്നും നോക്കുക വേണ്ട. അതല്ല ഞാൻ ഏറ്റ കാര്യം. എന്റെ മേക്കപ്പ് ആണ് സത്യം. സെക്കൻഡ് ഇയർ ഫൈനൽ എക്സാം ടൈമിൽ മനഃപൂർവ്വം മനോരമ പാവം രാധയ്ക്ക് ഒരുപാട് ജോലികൾ നൽകി. പിന്നെ അവൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവളെ റൂമിലാക്കി പൂട്ടി. ആരെങ്കിലും അപ്പുറത്തുണ്ടോ? ദയവ് ചെയ്ത് ഈ വാതിലൊന്ന് തുറക്കുവോ? ഇന്ന് എനിക്ക് എന്റെ ഫൈനൽ എക്സാം ഉണ്ട്. പ്ലീസ് ദയവ് ചെയ്തൊന്ന് ഈ വാതിൽ തുറക്കൂ. സാർ, മാഡം, ആരെങ്കിലും ഉണ്ടോ? മനോരമയും SKയും ഇതൊക്കെ കേട്ട് പുറത്തുനിന്ന് ചിരിക്കുകയായിരുന്നു. പക്ഷേ രാധ ജന്നൽ ഉടച്ചുകൊണ്ട് പുറത്തേക്ക് ഓടി. അവൾ എക്സാം എഴുതി. അവൾ വീണ്ടും സെക്കൻഡ് ഇയറിൽ എക്സാം ടോപ്പറായി. അതിനുശേഷം SKയും മനോരമയും അവളെ നന്നായി തല്ലി. അയ്യോ അടിക്കില്ലേ, അയ്യോ എന്നെ അടിക്കില്ലേ. അതെ, മിണ്ടിപ്പോകരുത്. മനോരമേ, ഇവളെ നോക്കിക്കൊള്ളണം. ഇനി നമ്മുടെ വീട്ടിൽ ജോലി എടുക്കുന്ന ജോലിക്കാരിയില്ലേ, പഠിക്കാന്ന് പറഞ്ഞ് കോളേജിലേക്കോ പുറത്തേക്കോ എങ്ങോട്ടും പോകാൻ പാടില്ല. അതൊക്കെ ഞാൻ ഏറ്റുന്നേ. എന്റെ മേക്കപ്പ് ആണ് സത്യം. SKയും മനോരമയും ഒട്ടും കാരുണ്യമില്ലാതെ രാധയെ ഒരുപാട് ഉപദ്രവിച്ചു.
പക്ഷെ ഒരു ദിവസം രാധ തന്റെ ജോലി ഉപേക്ഷിച്ചിട്ട് സിറ്റിയുടെ മറ്റൊരു വശത്തേക്ക് ചെന്നു ചേർന്നു. വർഷങ്ങൾ കടന്നുപോയി. ഇപ്പോൾ രാധ ഒരു വലിയ കമ്പനിയിൽ CEO ആയി. പിന്നെ SKയ്ക്കും മനോരമയ്ക്കും പ്രായമായി. പിന്നെ അൻഷുവും അവന്റെ ഭാര്യയും അവർ രണ്ടുപേരെയും വീട്ടിൽ നിന്നും പുറത്താക്കി. ഒരു ദിവസം സിറ്റിയിൽ നല്ല കാറ്റും മഴയുമായിരുന്നപ്പോൾ കാറിൽ യാത്ര ചെയ്തുകൊണ്ട് പഴയ വഴിയിൽ കൂടി പോയിക്കൊണ്ടിരുന്നപ്പോൾ രാധയുടെ ശ്രദ്ധയിൽ കുഴിയിൽ കിടന്നിരുന്ന SKയും മനോരമയും അവൾ ശ്രദ്ധിച്ചു. അവൾ രണ്ടുപേരെയും ആ കുഴിയിൽ നിന്നും പൊക്കിയെടുത്തു. SKയ്ക്ക് ഒരുപാട് രക്തം നഷ്ടമായി. അതുകൊണ്ട് അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. നിങ്ങൾക്കാർക്കെങ്കിലും AB പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടോ മാഡം? ഡോക്ടർ, എനിക്കുണ്ട്. രാധ SKയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി തന്റെ രക്തം നൽകി. ഡോക്ടർ ശ്രദ്ധിച്ചു. രാധയുടെയും SKയുടെയും ബ്ലഡ് സാമ്പിൾ മാച്ചായി. അവർക്കിടയിൽ ബ്ലഡ് റിലേഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കി. മിസ് രാധ, നിങ്ങൾ അദ്ദേഹത്തിന്റെ സ്വന്തം മകളാണോ? പറയൂ, കാരണം നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് മാച്ചാണ്. അദ്ദേഹത്തിനുള്ളത് ഒരു മകനാണെന്നാണോ എന്റെ അടുത്ത് പറഞ്ഞത്? എന്ത്? അതായത് രാധ, നീ സഞ്ജയുടെ മകളാണോ? എന്റെ സഞ്ജയോ? അപ്പൊ SKന്റെ ഫുൾ ഫോം എന്താ? സഞ്ജയ് കപ്പാടിയായോ? അങ്ങനെയാണെങ്കിൽ അവൻ എന്റെ അച്ഛനാണ്. SK, അതായത് സഞ്ജയ്ക്ക് ഓർമ്മ വന്നതും രാധ തന്റെ അച്ഛന്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു. ഇന്നു നിന്നും 15 വർഷത്തിനു മുൻപേ ഏത് മഴ കാരണമാണോ അച്ഛനും മകളും പിരിഞ്ഞത്, ഇന്ന് വീണ്ടും കൂടിച്ചേർന്നു. എന്നോട് ദയവേത് ക്ഷമിക്കുമോളെ. ഞാൻ നിന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അവൻ എന്റെ വളർത്തുമകൻ മാത്രമാണ്. ഞാൻ അവന് വേണ്ടി ചെയ്യാത്ത ഒരു കാര്യമില്ല. പക്ഷെ ഇന്ന് അവൻ ഞങ്ങളെ വീട് വിട്ട് പുറത്താക്കി മോളെ. പക്ഷേ നീ ഞങ്ങളുടെ കൂടെ വന്നല്ലോ. ഇപ്പൊ എനിക്ക് എല്ലാം കിട്ടിയതുപോലെയുണ്ട്. ആ വലിയ പ്രളയത്തിൽ നിന്റെ അമ്മയെ എനിക്ക് നഷ്ടപ്പെട്ടു. പക്ഷെ ഈ പാപി രക്ഷപ്പെട്ടു. പക്ഷേ ഈ നാട്ടിലേക്ക് വന്ന് ഞാൻ വലിയ കാശുകാരനായി. പക്ഷേ ഓരോ ദിവസവും നിന്റെ ഓർമ്മകൾ മാത്രമേ എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛാ, ഏത് മഴയാണോ രണ്ടുപേരെയും പിരിച്ചത്, അതേ മഴ ഇന്ന് അവർ രണ്ടുപേരെയും കൂട്ടിച്ചേർത്തു. അതിനുശേഷം രാധ തന്റെ അച്ഛൻ, തന്റെ ചെറിയമ്മയോടൊപ്പം വീണ്ടും തന്റെ ജീവിതം ജീവിക്കാൻ തുടങ്ങി.